ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യരാശിയെ രണ്ടായി തിരിക്കാം. ആദ്യ കൂട്ടർ ദൈവഭക്തർ. അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തൊട്ടറിഞ്ഞവരാണ്. രണ്ടാം കൂട്ടർ ദൈവാസ്തിത്വത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചവരാണ്. സത്യത്തിൽ ദൈവനിഷേധികളാണ് കൂടുതലും. അവരാണ് ഭൂരിപക്ഷം. കേവലം വേഷത്തിലും ജീവിത ശൈലിയിലും ദൈവാസ്തിത്വത്തെ ആശ്രയിക്കുന്നവരായി തോന്നുമെങ്കിലും ആന്തരിക സത്താഭാവത്തിൽ ലവലേശം ദൈവസാന്നിധ്യം ഇല്ലാത്തവരാണവർ. കാഴ്ചയിലും വേഷത്തിലും ഇക്കൂട്ടർ ദൈവഭക്തരായി തോന്നും. എന്നാൽ വൃക്ഷഫലം കണക്കെ പുറത്തു വരുന്ന ഫലം. അതുകൊണ്ട് തിരിച്ചറിയാം അവരുടെ ഉള്ളിലെ ദൈവസ്ഥാനം. സ്വന്തം നിലനിൽപ്പിനും ആശയവിനിമയത്തിനുമായി മാത്രം ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ദൈവഭക്തരുണ്ട്. നൈമിഷികമായ ചലനശേഷി മാത്രമേ ആ കൂട്ടർക്കുള്ളൂ. വചനത്താളിൽ ദേവാലയത്തിൽ ആരാധനയ്ക്കായി കടന്നു വന്ന ഒരു കൂനിയായ സ്ത്രീയെ സുവിശേഷകൻ വരച്ചു കാട്ടുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ മൗലിക അടിസ്ഥാനം നിവർന്നു നിന്ന് സർവ്വതും വീക്ഷിച്ച് ആരാധിക്കുക എന്നതാണ്. എന്നാൽ പ്രായാധിക്യത്തിൻ്റെ ശാരീരിക അധ്വാനത്തിൻ്റെ ആധിക്യത്താൽ നാഡീവ്യവസ്ഥയിൽ വന്നു ഭവിക്കുന്ന ബലഹീനത ഒരു മൃഗം കണക്കെ സ്വന്തം കാൽപാദങ്ങളെ കണ്ടു നടക്കുവാനുള്ള സ്ഥിതിയിലേക്ക് ആ വയോധിക എത്തിച്ചേർന്നു. സത്യത്തിൽ ഇത് ദൈവനിഷേധത്തിൻ്റെ പ്രകടനാത്മക സ്വഭാവമാണ്. തന്നിലേക്ക് തന്നെ കുമിഞ്ഞുകൂടുവാനുള്ള ഒരുവനിലെ വ്യഗ്രത. വിവേകശൂന്യനായ മനുഷ്യന് നശിച്ചു പോകുന്ന മൃഗത്തോടാണ് ദാവീദ് രാജാവ് ഉപമാനം നൽകിയിരിക്കുന്നത്. ഈ കൂനിയുടെ അവസ്ഥ ഒരു ആത്മീകനിൽ വന്നു ചേരുന്ന മൂല്യച്ചുഴിയോട് ഉപമിക്കാം. ദർശനത്തിൽ വന്നു ചേരുന്ന വികൽപ്പതകൾ, ചിന്താധാരയിൽ സംഭവിക്കുന്ന വിള്ളലുകൾ, വിലയിരുത്തലുകളിൽ കടന്നുകൂടാവുന്ന നിസ്സാരതകൾ, വിനയത്തിൻ്റെയും വിധേയപ്പെടുത്തലിൻ്റെയും അപര്യാപ്തതകൾ, ഗ്രഹണത്തിൽ പറ്റിക്കൂടുന്ന ഉദാസീനതകൾ, ഇവയെല്ലാം ഒരു ആത്മീക മനുഷ്യനെ തന്നിലേക്ക് തന്നെ ഉൾവലിക്കുന്നു. ഈ ഉൾവലിയാണ് സത്യത്തിൽ ഒരുവനിൽ സൃഷ്ടിക്കപ്പെടുന്ന കൂന്. കാഴ്ചയിൽ നാം നിവർന്ന് ചലിക്കുന്നു എങ്കിലും ആന്തരിക ദർശനത്തിൽ നാം എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ആ സുവിശേഷകൻ കൂനിയിലൂടെ നമുക്ക് നൽകുന്ന നല്ല ഗുണപാഠം. ആയതുകൊണ്ട് നിവർന്ന് നിന്ന് ആരാധിക്കുന്ന നാം ആന്തരികമായി എത്രമാത്രം കൂനിൻ്റെ അവസ്ഥയിലാണെന്ന് സ്വചിന്തയിലൂടെ ഫലം കണ്ടെത്തുക. ഏവർക്കും ശുഭദിനം. നന്ദി.